This morning I want to speak about how to deal with uncertainty in life. ഒരു അൺസർട്ടനി ആയിട്ടുള്ള ലോകത്തിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? If you live long enough, you'll find that life is full of twists and turns and sometimes uncertainties. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ തന്നെയും എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. Proverbs 27 verse 1 says, സദൃശവാക്യങ്ങൾ 27-ന്റെ 1-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: Do not boast about tomorrow, for we do not know what tomorrow will bring. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. Sometimes I shiver as I see men and women who are so proud and boast of their wealth and their achievement and their success. അനേകരെ ഞാൻ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ധനമുള്ളവരെ, മാനമുള്ളവരെ, നല്ല പ്രശംസയുള്ളവരൊക്കെ. We do not know about tomorrow. എന്നാൽ നാളെയെ പറ്റി നമുക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. Wisdom allows us to walk in humility all the days of our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ അത് താഴ്മയോടെ ദൈവത്തിൽ നടപ്പാൻ നമുക്കിടയായി തീരട്ടെ. No matter how successful, how great we are. നാം എത്ര നന്നായി സക്സസ്ഫുൾ ആയിരുന്നവരായാലും, നാം എത്ര വലിയവരായിരുന്നാലും, because the Bible says our life is like a flower that grows. ദൈവത്തിന്റെ വചനം പറയുന്നു ഉണങ്ങിപ്പോകുന്ന ഒരു പൂ പോലെയാണ് നമ്മുടെ ജീവിതം. These little flower plants will bear beautiful flowers. നാം നന്നായി നല്ല പുഷ്പങ്ങളെ നടാറുണ്ട്. And the flowers will wither and the plant will die. എന്നാൽ ആ പുഷ്പങ്ങൾ വാടിപ്പോകും, അത് ഉണങ്ങിപ്പോകും, ആ ചെടികളും വാടിപ്പോവാനിടയായി തീരും. We know a family from another country. മറ്റൊരു രാജ്യത്തുള്ള ഒരു കുടുംബത്തെ പറ്റി എനിക്കറിയാം. They have only one son, a personal friend of ours. ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ സ്നേഹിതനാണ്. അവർക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. He was a very brilliant child. നല്ല മിടുക്കനായ ബുദ്ധിമാനായ ഒരു മകൻ. He was like a genius. വളരെ ബുദ്ധിയുള്ള He മനുഷ്യൻ. represented his country in maths and science. അവനെ മാത്തിലും സയൻസിലും പഠിക്കാൻ ബുദ്ധിയുള്ളവനായിരുന്നു. The parents were very rich and sent him to Australia for further study. അവന്റെ മാതാപിതാക്കന്മാർ ധനികരായിരുന്നതിനാൽ അവനെ പഠിപ്പിക്കുവാനായി ഓസ്ട്രേലിയയിലേക്ക് വിടുവാനിടയായി. After 1 year, ഒരു വർഷത്തിന് ശേഷം sadly he has to come back to the home country. അവന്റെ സ്വന്തം രാജ്യത്തേക്ക് ഒരു വർഷത്തിന് ശേഷം കടന്നു വരേണ്ടതായിട്ട് വന്നു. He was going through a state of depression. അവനെ ഒരു ഡിപ്രഷനിൽ കൂടി കടന്നു പോകേണ്ട അനുഭവം ഉണ്ടായി. And now he stays at home and taking medication. അവൻ ഭവനത്തിലായിരുന്ന മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. We cannot boast about tomorrow. നാളത്തെ പറ്റി നമുക്കൊന്നും പറയുവാനായിട്ട് കഴിയില്ല. Life is full of uncertainty. എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കാർക്കും അറിയത്തില്ല. I had a brother who 20 years ago was a very strong man. വളരെ ശക്തനായ ഒരു മനുഷ്യനെ 20 വർഷത്തിന് മുമ്പ് Never fall sick before. ഒരിക്കലും രോഗിയായി തീരാത്ത മനുഷ്യൻ. And all of a sudden, വളരെ പെട്ടെന്ന് he was diagnosed with cancer. ക്യാൻസർ തനിക്ക് ബാധിച്ചിരിക്കുന്ന അറിവാനിടയായി തീർന്നു. 6 months he passed on. 6 മാസം കഴിഞ്ഞു. So life is very uncertain. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കാർക്കും അറിയത്തില്ല. We have sunshine, we have rain. നമുക്ക് സൂര്യൻ പ്രകാശമുണ്ട്, മഴയുണ്ട്. Sometimes we go to the mountains, sometimes we are at the valley. നാം ചിലപ്പോൾ പർവ്വതങ്ങളിലേക്ക് പർവ്വതത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകും, താഴ്വരയുടെ അനുഭവങ്ങൾ. We do not know about the future. നമ്മുടെ ഭാവിയെ പറ്റി നമുക്കറിയത്തില്ല. But this morning, thank God, we know who holds the future. എന്നാൽ നമ്മുടെ ഭാവി ആര് കൈകാര്യം ചെയ്യുന്നുള്ള കാര്യം നമുക്കറിയാം. Let me give you 4 points how to deal with uncertainty in life. നമ്മുടെ ജീവിതത്തിൽ അൺസർട്ടനിറ്റി വരുമ്പോൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്? Number 1. ഒന്നാമത്തെ കാര്യം, remember that God is our heavenly Father. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ദൈവം, നമ്മുടെ സ്വർഗ്ഗസ്ഥനായ ദൈവം നമ്മുടെ പിതാവാണ്. He is not only our God, but He's also our Father. അവൻ നമ്മുടെ ദൈവം എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ പിതാവും കൂടെയാണ്. Apacha katawe Abba Father. അപ്പ പിതാവേ, അപ്പച്ച എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. The Bible says that you earthly fathers, how many of you are earthly fathers? Wave your hand at me. Earthly fathers and earthly mothers. Can you wave at hand at me? ലോകപ്രകാരം മാതാപിതാക്കളായിട്ടുള്ളവരെ കൈകളെ ഒന്ന് ഉയർത്തിക്കാട്ടെ. If your son asks for a fish, what will you give him? നിന്റെ മകൻ കടന്നു വന്ന ഒരു മത്സ്യം ചോദിച്ചാൽ എന്താണ് കൊടുക്കുന്നത്? A scorpion? അവനൊരു തേളിനെയാണോ കൊടുക്കുന്നത്? Of course, a fish. നിശ്ചയമായും ഫിഷ് ആണ് കൊടുക്കുന്നത്. Jesus says, if you earthly parents know how to good things to your children,
കർത്താവ് പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ how much more your heavenly Father? ആ സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്ര അധികം നിങ്ങൾക്ക് നൽകുമെന്ന്. Sometimes you go through life, we don't understand. നമുക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാകത്തില്ല. But we have the assurance that He is my Father. നമുക്ക് നിർണയമുണ്ട്, അവൻ നമ്മുടെ പിതാവാണ്. He is my shepherd. അവൻ നമ്മുടെ ഇടയനാണ്. And even though I go through the valley of shadow of death, I will not fear evil. ആ പ്രയാസങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകേണ്ട വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. Because He is with me. ആ കാരണം എന്തെന്ന് ചോദിച്ചാൽ നീ എന്നോട് കൂടെ ഉണ്ട്. My son knows that when he is with me, ആ എൻ്റെ മകൻ, ഞാൻ എൻ്റെ മകനോട് കൂടെ ഉള്ളപ്പോൾ he doesn't have to worry about anything. അവൻ അതിനെപ്പറ്റി ഒന്നിനെപ്പറ്റിയും അറിയേണ്ട He കാര്യമില്ല. knows his father is a good father that will provide for him, അവൻ അറിയാം അവന്റെ പിതാവ് നല്ല പിതാവാണെന്നുള്ള കാര്യം അറിയാം. that will take care about every area of his life. അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ശരിയായി കൈകാര്യം ചെയ്യുവാൻ അറിയാം. Before he was born, അവൻ ജനിക്കുന്നതിന് we മുമ്പ് already prepared all the things that he needs. അവൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. When he was still in school, അവൻ സ്കൂളിലായിരുന്നപ്പോൾ I already saved up for his university education. അവന്റെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു. So, if your earthly father is so good, നിന്റെ ലോകപ്രകാരമുള്ള പിതാവ് അപ്രകാരം how much more your heavenly Father? സ്വർഗ്ഗസ്ഥനായ പിതാവ് എത്ര So, we നല്ലവനാണ്. don't have to be afraid about the future നാളത്തെ പറ്റി നീ വരിയേണ്ട കാര്യമില്ല. if you are a child of God. നീ ദൈവത്തിന്റെ If you're പൈതലായിരിക്കുന്നു. born of His Spirit, നീ ആത്മാവിനാൽ you can have assurance that God the Father is always with you. സ്വർഗ്ഗസ്ഥനായ പിതാവ് എല്ലായ്പ്പോഴും നിന്നോട് കൂടെയുണ്ട്. Secondly, രണ്ടാമത്തെ not കാര്യം, only He is our Father, അവൻ നമ്മുടെ പിതാവായിരിക്കുന്നുണ്ട്. God has a great plan for അവന് each one of our lives. നമുക്ക് വേണ്ടി നമ്മുടെ ദൈവത്തിന് ഒരു ശുഭഭാവിയുണ്ട്. Whether you're born in a rich family or a poor നീ family, ഒരു ധനിക കുടുംബത്തിൽ ജനിച്ചോ ഒരു 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 പൂറായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചോ എന്നുള്ളതല്ല. whether you're a president, a senator, or a janitor, നീ ഏതൊരു ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല. God has a great plan for our life. എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയുന്നവനോ. And sometimes when we go through difficult times, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടി നാം ചിലപ്പോൾ കടന്നു പോകും. sometimes when we go through storms, നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റിൽ കൂടി കടന്നു പോകും. we forget that God has a great plan for our life. എന്നാൽ ദൈവത്തിന് നമുക്ക് വേണ്ടി ഒരു നല്ല ഭാവിയുണ്ട്, ഭാവി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് നാം മറന്നു പോകുന്നു. When God's people was in captivity by the Babylonian Empire, ദൈവജനം ബാബിലോണിൽ ആയിരുന്ന ആ സമയത്ത് Jeremiah the prophet gave a prophecy. യെരമ്യാ പ്രവാചകൻ ഒരു പ്രവചനം പറഞ്ഞു. In Jeremiah 29 verse 11, യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിന്റെ he told the Jewish people, യഹൂദന്മാരോട്, though you're in captivity, അവരെ അടിമത്തത്തിലേക്ക് കടന്നു God പോയി. says, I have a great plan for you. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി എനിക്കൊരു നല്ല A ഭാവി, plan to prosper you, നിങ്ങളെ അഭിവൃദ്ധിയിലേക്ക് not നടത്തുവാൻ, a plan of calamity, നിങ്ങൾക്ക് but പ്രശ്നങ്ങളിലേക്ക് a നടത്തുവാൻ, plan of prosperity നിങ്ങൾക്ക് നിങ്ങളുടെ that give you നല്ലതിലേക്ക് നടത്തുവാൻ, a future and the hope. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി തരുവാൻ. If you believe in Jesus, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, if you trust in God, കർത്താവിൽ ശരണപ്പെടുന്നുവെങ്കിൽ you have a great future. നല്ല ഒരു ഭാവി ദൈവം Your നൽകും. children have a great future. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല Your ഭാവി, grandchildren have a great future. നിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ നല്ല ഭാവി തരും. As you honor God, ദൈവത്തെ as you അനുസരിക്കുമ്പോൾ, serve God, ദൈവത്തെ God has മാനിക്കുമ്പോൾ, great plan and great purpose for your life. ദൈവത്തിന് നിനക്ക് വേണ്ടി ഒരു നല്ല ശുഭഭാവി ഉണ്ടെന്നുള്ള He കാര്യം. has brought you from India to come here. ഇന്ത്യയിൽ നിന്ന് ദൈവം ഈ രാജ്യത്തേക്ക് നിങ്ങളെ That കൊണ്ടുവന്നു. is a breakthrough by itself. അതൊരു നല്ല കാര്യമാണ്. There are millions and millions of people from India long and dream to come to America, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ളവർ അമേരിക്കയിൽ കടന്നു വരാൻ but you ആഗ്രഹിക്കുന്നവരുണ്ട്. have chosen to come here. എന്നാൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത് ഇവിടെ കടന്നു വരുവാൻ. But sometimes ചിലപ്പോൾ things don't happen the way that we wish. നാം ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല എന്ന് വന്നേക്കാം. I remember my son when he was in his early teens. എന്റെ മകൻ ഒരു ടീനേജറായി ജീവിച്ചപ്പോൾ, By the way, my wife is Dr. Krishna at the back there. Those of you who have not seen her, that's my wife. കർത്താവിന്റെ ദാസന്റെ വൈഫ് ക്രിസ്റ്റീനയാണത്. My father-in-law comes from Airol, Kerala, Airol. എന്റെ ഫാദർ ലോ കേരളത്തിലേക്ക് കടന്നുപോയി. My mother-in-law comes from Koranjeri. എന്റെ മദർ ലോ കോഴഞ്ചേരിക്കാരിയാണ്. So I'm not an alien, I'm part of the family. ഞാൻ ഇവിടെയുള്ള കുടുംബങ്ങളുടെ ഏലിയൻ അല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. I like Kachumor, I like
Kerala food. ഞാൻ എൻ്റെ കേരളത്തിലെ ഭക്ഷണം എനിക്ക് വളരെ പ്രിയമാണ്. And Kochuma was a great cook, and she cooked out fantastic Kerala food for us. We feel so at home. ഞങ്ങൾ താമസ ഭവനത്തിലെ കർത്താവിന്റെ ദാസി നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്. നല്ലപോലെ ഞങ്ങൾ കുക്ക് ചെയ്തു തന്നു. So when my son, we were full-time ministers, travel around the world. ഞങ്ങൾ അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. From day one, our son would sit in front with us and hear all the sermons my wife and myself preach. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ മകൻ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കുന്ന വിഷയങ്ങളെല്ലാം താൻ കേൾക്കാറുണ്ട്. My wife gave me a revelation. എൻ്റെ ഭാര്യയ്ക്ക് ദൈവം ഒരു ദർശനം She said, കൊടുത്തു. you can train animals, you can train human being. You can train human. You can train animals, you can also train human. Training. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒരു ട്രെയിൻ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ മനുഷ്യനെയും ട്രെയിൻ ചെയ്യുവാൻ കഴിയുമെന്ന് പറഞ്ഞു. So children can sit in front and hear the message and worship God. കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേട്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ It's all about training. അവരെ ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യമാണ്. And he was a good child. അവൻ ഒരു നല്ല കുട്ടിയായിരുന്നു. We teach him the Bible and he began to quote Psalms 91, Psalms 23 at a very young age. അവന് ദൈവത്തിന്റെ വചനം മനപ്പാഠം പഠിച്ചു. അവൻ തനി ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ 91-ാമത്തെ സങ്കീർത്തനം മനപ്പാഠമായി പറയുവാനിടയായി. He will pray with us and read the Bible. ഞങ്ങളോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ചെയ്യും. But when he became teenager in the early teens, എന്നാൽ താൻ ഒരു ടീനേജറായി തീർന്നപ്പോൾ he became very difficult and rebellious. അവന് വളരെ റിബലിയസ് ആയി പ്രയാസമുള്ളവനായി He will തീരുവാനിടയായി. come to a meeting like this. ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗിലേക്ക് വന്നാൽ We will be sitting in front, mommy and daddy and our son in between. മാതാവും പിതാവുമായി ഞങ്ങൾ അവനോട് കൂടെ ഫ്രണ്ടിലിരിക്കും. During worship time, ആരാധനാ സമയത്ത് everybody will be worshiping. അവൻ ആരാധിച്ചുകൊണ്ടിരിക്കും. But my son will fold his hand, അവൻ തന്റെ കൈ ഇങ്ങനെ കെട്ടി അവിടെ ഇരിക്കും. look around. ചുറ്റുപാടുമുള്ളവരെ നോക്കും. You know how embarrassing for the parents? അത് മാതാപിതാക്കന്മാർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അറിയാമോ? We are the pastor, both of us are preachers and ministers of the gospel. ഞങ്ങൾ രണ്ടുപേരും പാസ്റ്റേഴ്സ് ആണ്, കർത്താവിന്റെ വചനം സൂക്ഷിക്കുന്നവരാണ്. And here's our son, fold his hand. എന്നാൽ ഞങ്ങളുടെ മകനെ കൈ ഇങ്ങനെ കെട്ടി അവിടെ ഇരിക്കും. People worshiping God. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ We look around. അവനെ മറ്റുള്ളവരെ I നോക്കിക്കൊണ്ടിരിക്കും. come back home. ഞാൻ വീട്ടിൽ I വരുമ്പോൾ say, Asher, come here. His വിളിച്ചിട്ട് name is Asher. വിളിച്ചിട്ട് Asher, what's wrong with you? നിനക്ക് എന്താ കുഴപ്പം? Your mouth got gold. നിന്റെ വായ എന്താണ് You അടഞ്ഞിരിക്കുന്നത്? open your mouth to worship God, the gold will drop off, is it? നീ വായ തുറന്ന് ദൈവത്തെ ആരാധിക്കണം. Why are you so proud? നീ എന്തുകൊണ്ട് ഇങ്ങനെ Without God, you are nothing. നീ എന്തുകൊണ്ട് ഇങ്ങനെ You're a miracle baby. നീ ദൈവം ഒരു അത്ഭുതം ചെയ്ത കുട്ടിയാണ് നീ. Have you spoken to a tree? നിങ്ങൾ ഒരു മരത്തോട് സംസാരിച്ചിട്ടുണ്ടോ? Anybody spoke to a tree? ആ മരത്തോട് സംസാരിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? I know Kerala children are not like that, but Malaysian children, some of them are like that. കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ, മലേഷ്യയിലെ കുഞ്ഞുങ്ങളുടെ ചിലരുടെ കാര്യമാണ്. He looks at you and he doesn't say anything, doesn't move. അവന് എന്നെ നോക്കും, ഒന്നും പറയത്തില്ല, ഒരു ആക്ഷനും കാണിക്കത്തില്ല. My wife came to a point she didn't know what to do with my son. എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കടന്നു വന്നു. അവനോട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ. Parents, listen to this. മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കുക. Scolding and shouting and screaming will not work. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഷൗട്ട് ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു വർക്കും നടക്കത്തില്ല. What works is go on your knees and pray. ഫലിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മുഴങ്കാലിൽ നിൽക്കുക. We cannot change one another. നമുക്ക് മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനായിട്ട് We cannot കഴിയില്ല. change our wife, our son, our children, or anybody. നമ്മുടെ ഭാര്യയോ കുഞ്ഞുങ്ങളെയോ ആരെയും തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയത്തില്ല. Only God can change. എന്നാൽ ദൈവത്തിന് ചേഞ്ച് ചെയ്യുവാൻ കഴിയും. Just one touch from God, ആ ദൈവത്തിൽ നിന്നുള്ള ഒരു He ടച്ച് can turn around for Jesus. അവന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ All കഴിയും. these young people have great potential. ഇവിടെയുള്ള അനേകർക്ക് ദൈവം They വലിയ have diamonds and gold inside. അവരെ ദൈവം പലയിടങ്ങളിലേക്ക് അയക്കും. The enemy will try to draw them away from God. ദൈവത്തിൽ നിന്ന് അവരെ പിന്മാറ്റുവാൻ പിശാച് പരിശ്രമിക്കും. That's why parents, you have to pray. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാർ You have to പ്രാർത്ഥിക്കുന്നത്. come meetings on Friday and Saturday. അവരെ നിശ്ചയമായും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
We didn't know what to do except to cry and pray and fast. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കുവാനും ഉപവസിക്കാനും മാത്രമേ കഴിയത്തുള്ളൂ. God spoke to my wife. എൻ്റെ ഭാര്യയോട് ദൈവം When he turned 14, he will change. 14 വയസ്സായപ്പോൾ അവന്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. From 11 to 14, it's not 3 days, it's not 3 weeks. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ എന്നുള്ള ആ കാലം 2-3 ദിവസമല്ല, So 3 many മാസമല്ല. years you have to wait for him to change. 3 വർഷക്കാലം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. One day, God sent Pastor Sam Atchen, the uncle of Finney. ഒരു ദിവസം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിന്നിയുടെ അങ്കിളിനെ ദൈവം അവിടേക്ക് അയച്ചു. Pastor Sam Atchen stayed with us for a couple of days. ചില ദിവസങ്ങൾ ആ ദൈവദാസൻ ഞങ്ങളോട് പാർത്തു. We had a prayer meeting in the morning. രാവിലെ ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ കൂട്ടം ഉണ്ടായിരുന്നു. Just 3 of us. ഞങ്ങൾ 3 പേര് മാത്രം. Suddenly he laid his hands on my wife. പെട്ടെന്ന് ദൈവദാസന് എന്റെ ഭാര്യയുടെ മേൽ കൈവച്ചു. Began to prophesy. ദൈവത്തിന്റെ ആലോചന അറിയിച്ചു. Your son will change when he turned 14. നിന്റെ മകൻ 14 വയസ്സ് പ്രായമുള്ളപ്പോൾ അവന്റെ ജീവിതത്തിൽ വ്യത്യാസം വരും. Amazing. Amazing. Exactly when he turned 14. He used to love hamburger and McDonald's and Kentucky Fried Chicken. For a 14-year-old, he says, I want to eat salads and fish. I want to eat healthy. He began to seek God. He began to receive songs from God. At 16, he wrote an album and he did an album and did a concert at 16. He has cut an album. And I remember one conference. He was leading worship together with the mother. And I saw him kneeling down and worshiping God. I just couldn't believe my eyes. I don't know whether some of your parents are going through this crisis and this difficulty. Can I just pray for you? If parents, you have a difficult child right now, let me pray for you. Stand to your feet right now. Nothing to be embarrassed. Quickly, is there somebody like that? God didn't give me to share this testimony with you. Thank you, sister. Anybody else? Any father? Any mother? It's okay. Nothing to embarrass. Children these days are very difficult. They don't have hunger for God and the things of God. But when my wife was a teenager, my wife, she was a very naughty child. But she got a praying mother and a praying father. The mother would say to my wife when she was a teenager, you can run anywhere, but you can never run away from my prayers. And now he tells my son the same thing. You cannot run away from my prayers. Your prayers are powerful, father and mother. Let's stretch our hands towards these dear ones right now. Father, I thank you for these parents who are standing in your presence. Lord, thank you, Lord, for this word of encouragement. That you tell us to produce godly offspring. We claim their children for God. And as for they and their family, they shall all serve the Lord. And I thank you, Lord, that what I've done for my son Asher, you will do for their children also. In Jesus' name. Amen. Amen. Thank you. You may be seated. Please, so God is in control. You don't be worried.
God has a great plan for their life. Number 3, God knows He's Alpha and Omega. And nothing happens in our life by chance. In Psalms 139 verse 16. Psalms 139 verse 16. David the king had a revelation. David the king went through a lot of crises, a lot of near deaths. He was going through difficult times. His own father-in-law threw the spear and wanted to kill him. Sometimes when we go through difficult times, we forgot God is our Father. We forgot He has a great plan for our life. And number 3, David says, all the days of my life are already written in a book. God has written all the days of our life in a book. How many know if God has all the days in our life written in a book, the end will be better than the beginning? And the best is reserved for the last. Though your beginning is small, but your end will be great. Though your beginning is small, but your end will be great. No matter what happened in your life, remember God is in control. That He calls all things to work together for good to those who love Him, to those who are called according to His purpose. And finally, number 4, how do we deal with uncertainty? Learn to trust Him more and more. Learn to trust Him more and more. There's some things we go through in life we can never understand. Job in the Bible was a good man.